ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തന്നു എന്ന് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു താമര ചോദിച്ച മകൾക്കായി താമരപ്പാടം തന്നെ ഒരുക്കിയ അമ്മയുണ്ട് വയനാട് മീനങ്ങാടിയിൽ. അമ്മേ, എനിക്കൊരു താമരപ്പൂ വേണം. 4 വയസ്സുകാരി ശ്രീപത്മിനി അമ്മയായ പ്രജീഷയോട് ഒരാഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹമാണ് ഈ കാണുന്ന താമരയുടെയും ആമ്പലുകളുടെയും തുടക്കം. എൻ്റെ മോള് ചെറിയ പ്രായത്തിൽ താമര വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. നമുക്കിവിടെ വലിയ കുളമൊക്കെ വേണ്ടി വരുമല്ലോ, ഹൈബ്രിഡൊക്കെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് അങ്ങനെ ഞാൻ കുറേ വെറൈറ്റീസ് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്തു തുടങ്ങി. കൃഷിയല്ല, ആദ്യം കളക്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഇതിൽ കുറച്ചുകൂടെ ആഗ്രഹം കുറച്ചുകൂടെ തോന്നി. നല്ല ഇനങ്ങൾ തേടി അങ്ങനെ കുറേയേറെ വെറൈറ്റീസ് കളക്ട് ചെയ്തു. മകളുടെ സന്തോഷത്തിനായി ചെറിയൊരു കുളത്തിൽ ചില താമരച്ചെടികൾ നട്ടു തുടങ്ങി. വർഷങ്ങൾക്കിപ്പുറം വൈവിധ്യമായ കാഴ്ചകളൊരുക്കി വ്യത്യസ്തമായ ഇനത്തിൽപ്പെട്ട താമരകളാണ് പ്രജീഷ സംബ്രേത് ദമ്പതികൾ വികസിപ്പിച്ചെടുത്തത്. നിരവധി ആളുകളാണ് ഇന്ന് താമരപ്പൂക്കൾ വാങ്ങാൻ ഇവിടേക്ക് എത്തുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കുന്ന ഇനങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം വയനാട് കാലാവസ്ഥയിൽ നല്ല തണുപ്പാണ്. ഈ കാലാവസ്ഥയിൽ പൂക്കണമെങ്കിൽ അത് നല്ല ഇനങ്ങളായിരിക്കണം. 50-ന് മേലെ താമരകളും അമ്പലുകളും ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ കൂടുതലായിട്ട് പൂക്കുന്ന ഇനങ്ങളെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാറ്. പിങ്ക് ഔഡ്, അമേരിക്ക കമേലിയ, സാറ്റ ബിഗോട്ടു എന്നിങ്ങനെ വിദേശ താരം താമരവർഗ്ഗങ്ങളും സ്വന്തമായി പ്രജീഷ തന്നെ വികസിപ്പിച്ചെടുത്ത താമരച്ചെടികളുമടക്കം 50-ലധികം താമര ഇനങ്ങളാണ് കൃഷിയിടത്തിലുള്ളത്. ഫോട്ടോകളിൽ മാത്രം കണ്ടിരുന്ന താമരപ്പാടം ഇപ്പോൾ മീനങ്ങാടിയുടെ ഹൃദയത്തിൽ ജീവനോടെ വിരിയുകയാണ്. ഒരു മകളുടെ ആഗ്രഹം സാധിപ്പിച്ചതാണ് ഇത്ര മനോഹരമായ താമരപ്പാടം ഇവിടെ സാധ്യമായത്. 50-ലധികം താമരകളും ആമ്പലുകളുമാണ് ഈ പാടത്ത് സാധ്യമാക്കിയിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1 വയനാട്.